ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 38ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാനുള്ള സത്സംഗ ദിവസമാണ്. നമുക്ക് പാരായണം ചെയ്ത് ഭഗവാന്റെ അവതാരകഥയാണ്. ഗുരുവായൂരപ്പ അവിടുന്ന് വിചാരിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ സർവവും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം സർവം ഭവത് പ്രേരണയൈവനൂനമെന്ന് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ അവിടുന്ന് ഓരോന്ന് തോന്നിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും പറയിപ്പിക്കുന്നതും എല്ലാം അവിടുത്തെ ഒരു ലീലയാണ് ഭഗവാനെ. സർവവും അവിടുത്തെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നൈതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുജേ കില വർഷവേല. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ബാല്യസ്പൃശാപി വപുഷാദധുഷാ വിഭൂതിരുദ്യത്കിരീടകടകാംഗദഹാരഭാസ ശംഖാരിവാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതിഗേഹേ വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീ മുന്മാർജയന്നിവ വിരേജിത വാസുദേവ. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളകോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവദൃഷ്ടിമകരന്തരസം ഭവന്തം. ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലോനിദാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുഭിഃ കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂ. മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ടുതഗുണഃ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിതമാനുഷബാലവേഷം. ത്വത്പ്രേരിതസ്തതനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനോ ത്വാം ഹസ്തയോരധിതചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്ഥ കളഹംസ്ഥ കിശോര. ത്വാം ഹസ്തയോരധിതചിത്തവിധാര്യമാര്യൈരംഭോരുഹംസ് ത്വാം ഹസ്തയോരധിതചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്ഥ കളഹംസ കിശോരരമ്യം. ജാതാ തദാ പശുപസത്മനിയോഗനിദ്രാ നിദ്രാവിമുദ്രിതമഥാകൃതപൗരലോകം ത്വത്പ്രേരണാൽ കിമിഹ ചിത്രമചേതനൈര്യദ് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമഃ പ്രതസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 39 യോഗമായ വർണ്ണനം.
ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലിലസഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗഖൈവ തക്ഷണാത് പ്രപദമേയതാമായയൗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന്റെ അവതാരം ഇന്ന് നമ്മൾക്ക് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു. പൊതുവേ അവതാരം വായിക്കുമ്പോൾ ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. അതിന് കഴിയുന്നവർ അതും ചെയ്യാവുന്നതാണ്. ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച വാക്കുകളൊക്കെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തട്ടെ. അടുത്ത സത്സംഗത്തിൽ നമുക്ക് 39ാമത്തെ ദശകം ഓരോരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ഭഗവാൻ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.